അഞ്ചു ഏതായാലും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത 30 പേരായിരുന്നു മലയാളികൾ ഉണ്ടായിരുന്നത് നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായി നോർക്ക തന്നെ വിശദീകരിക്കുന്നുണ്ട് 53 പേർ മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരെല്ലാം സുരക്ഷിതരാണ് എന്നുള്ള ഒരു വിവരം കൂടി നോർക്ക റോഡ്സ് CEO പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഈ എംബസിയുമായും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നോർക്ക റൂട്ട്സ് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നു, ഏകോപനം നടത്തുന്നുണ്ടെന്ന് വരെ കൂടിയാണല്ലോ പറഞ്ഞത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നോർക്ക റൂട്ട്സ് CEO പറഞ്ഞത്? ഇവരെ നാട്ടിലെത്തിക്കാനോ അവരുമായി കോൺടാക്ട് ചെയ്യാനോ ഉള്ള ഏതെങ്കിലും ശ്രമങ്ങൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞോ? ഇപ്പോൾ ഏകദേശം 53ഓളം മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരമാണ്. എന്നാലും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന കണക്കല്ല, കൂടുതൽ പേര് ഉണ്ടായേക്കാം എന്ന വിവരം കൂടിയാണ് രാജേഷ് മാധവൻ പങ്കുവച്ചത്. നോർക്ക ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. നമ്പറുകൾ അതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. സഹായം ആവശ്യമുള്ളവർ ഈ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് കൂടിയാണ് ഇപ്പോൾ നോർക്ക റൂട്ട്സ് CEO പറഞ്ഞത്. അഞ്ജു ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. അഞ്ജു, എന്താണ് ഇപ്പോൾ നോർക്ക റൂട്ട്സ് CEO പറഞ്ഞത്? മലയാളികൾ 53 പേരാണ്. ഒരുപക്ഷെ എണ്ണം അല്പം കൂടി കൂടാനുള്ള സാധ്യതയും കൂടിയുണ്ട്. അവർ സുരക്ഷിതരാണ് എന്നുള്ള വിവരം തന്നെയല്ലേ പങ്കുവച്ചത്? നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 3 തരത്തിലായിരുന്നു ഇവരുടെ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പേഴ്സ് ഉണ്ടായിരുന്നത്. ഒന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, ഒന്ന് നോർക്ക ഓഫീസിൽ, അതുപോലെ തന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റി, ഈ 3 ഓഫീസിൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിച്ചിരുന്നു. ഈ ഓഫീസുകളിലേക്ക് എത്തിയ കോളുകളിൽ നിന്നാണ് 17 കോളുകൾ വന്നു. ഈ 17 കോളുകളിൽ നിന്നാണ് 53 പേർ നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള പ്രാഥമിക വിവരം നോർക്ക കളക്ട് ചെയ്യുകയും അത് ക്രോഡീകരിക്കുകയും ചെയ്തത്. പക്ഷേ ഇവരുമായി ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ ഇതുവരെ നോക്കി കഴിഞ്ഞിട്ടില്ല. കാരണം ഈ റേഞ്ച് ഇഷ്യൂ ഒക്കെ അടക്കമുണ്ട്. ഈ കുടുംബങ്ങളാണ് നിലവിൽ 17 കോൾസ് വിളിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പോയിട്ടുണ്ട്, ട്രെക്കിങ്ങിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം കുടുംബങ്ങളാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ 53 എന്ന കണക്കിലെത്തിയത്. പക്ഷെ അതൊരു ഫൈനൽ കണക്കല്ല, ആ കണക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. കാരണം സോളോ ട്രിപ്പിങ്ങിന് അടക്കമായിട്ട് നേപ്പാളിലേക്ക് പോകുന്നവരുണ്ടാകും. അവിടെ ഈ ആധാർ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ നേപ്പാളിലേക്ക് എൻട്രി ചെയ്യുന്നത് അടക്കം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ഒരു വിവരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. എംബസിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഫൈനലായിട്ട് ഉള്ള ഒരു കണക്ക് നിലവിൽ ലഭിക്കൂ. പക്ഷേ ഇവരെ അറിയിക്കുന്നത് പ്രകാരം നിലവിൽ ആർക്കും അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, എല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഈ 53 പേരിൽ ചിലരൊക്കെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ചിലർക്ക് ബന്ധപ്പെടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ ബന്ധപ്പെട്ട ആൾക്കാർ, ഈ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിലവിൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. കാരണം ആ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ട് അത്രയും ഭീകരതയുള്ളത് കൊണ്ട് തന്നെ അവരെവിടെയാണോ കുടുങ്ങിക്കിടക്കുന്നത്. അഞ്ജു, ഇതിനകത്ത് ഈ നോർക്ക റൂട്ട്സ് CEO പറഞ്ഞതിൽ നിന്ന് ഈ പോയവരെല്ലാം ഈ ട്രാവൽ ഏജൻസികൾ വഴി പോയവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഡീറ്റെയിൽസ് കിട്ടാൻ എളുപ്പമാണോ? ഈ പോയ ആളുകളെ സംബന്ധിച്ച് ട്രാവൽ ഏജൻസികളിൽ നിന്ന് വിവരങ്ങൾ എടുത്തോ നോർക്ക? ഈ ട്രാവൽ ഏജൻസികളെ എല്ലാം ബന്ധപ്പെടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാരണം ഈ 17 കോളുകൾ എന്ന് പറയുന്നത് വിവിധ ഈ ട്രിപ്പിലേക്ക് പോയിട്ടുള്ള വീട്ടുകാർ വിളിച്ചിട്ടുള്ളതാണ്. നോർക്കയെ വിളിച്ച് അറിയിച്ചതാണ് ഇത്തരത്തിലൊരു ട്രിപ്പ് പോയിട്ടുണ്ട്, അതിനകത്ത് തങ്ങളുടെ വീട്ടിൽ നിന്ന് ഇത്ര പേരുണ്ട് എന്ന് ഈ ബന്ധുമിത്രാദികൾ വിളിച്ച് പറഞ്ഞതാണ്. ആ അനുസരിച്ചിട്ടുള്ള കോണ്ടാക്ട്സ് മാത്രമാണ് ഇപ്പോൾ നോർക്കയുടെ കയ്യിലുള്ള ഈ 53 പേരെന്ന് പറഞ്ഞാൽ. അതിൽ കൂടുതൽ ആളുകൾ വരാം, പക്ഷെ ഇവരെ ഒന്നും ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കൂടാതെ ട്രാവൽ ഏജൻസി വഴി പോയ ആളുകൾ ഇനിയും ഉണ്ടാകും. അതിന്റെ ഒരു കണക്ക് എംബസിയിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. പ്രാഥമിക ഘട്ടത്തിൽ എംബസിയിൽ നിന്ന് അത്തരത്തിലൊരു കണക്ക് ലഭിച്ചിട്ടില്ല. ആ ഒരു കണക്ക് ലഭിച്ചാൽ മാത്രമേ ഇനി എത്ര ഈ ട്രാവൽ ഏജൻസി, പല ട്രാവൽ ഏജൻസികളുണ്ട്, അത് കേരളത്തിൽ നിന്നുണ്ട്, പുറത്ത് വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് പോയതുണ്ട്. അങ്ങനെ ഈ എല്ലാ ട്രാവൽ ഏജൻസികളിൽ നിന്ന് പോയവരുടെ കണക്ക് എംബസിയിലായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാകും. അപ്പൊ അവിടെ നിന്ന് ഒരു കണക്ക് ലഭിച്ചാൽ മാത്രമേ ഇനിയും എത്ര മലയാളികൾ ഉണ്ടാകും എന്നുള്ള ഒരു കണക്ക് കൃത്യമായി ലഭിക്കൂ. നിലവിൽ ലഭിച്ചിരിക്കുന്ന കണക്കെന്ന് പറയുന്നത് ഈ കുടുംബങ്ങൾ നോർക്ക ഓഫീസിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അതുപോലെ ദുരന്ത നിവാരണ ഓഫീസിലേക്കും വിളിച്ച് അറിയിച്ച പ്രകാരമുള്ള കണക്ക് പ്രകാരമാണ് 53 എന്നുള്ളത്. അത് ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഈ സോളോ ട്രക്കിങ്ങിനായിട്ട് നേപ്പാളിലേക്ക് പോകുന്നവർ ഒരുപാട് പേരാണ്. അപ്പൊ അവരുടെ ഒന്നും കണക്കുകൾ കൃത്യമായില്ല. അവരുടെയും വീട്ടുകാർ വിളിച്ചു പറഞ്ഞിട്ടുള്ളൊരു കണക്ക് മാത്രമേ ഉള്ളൂ. നിലവിൽ നോർക്ക അറിയിക്കുന്നത് പ്രകാരം ഇവരെല്ലാം സുരക്ഷിതരാണ് എന്നുള്ളൊരു കാര്യമാണ് അറിയിക്കുന്നത്. അവർ നേരിടുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് അവർ നിൽക്കുന്ന സ്ഥലം ഏതായിരുന്നു ആ സ്ഥലത്ത് നിന്ന് അവർക്ക് മറ്റെങ്ങോട്ട് മൂവ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമാണ് നിലവിൽ അവർ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞത്. പക്ഷെ കൂടുതൽ വിവരങ്ങൾ അഞ്ചുവാണ് നേപ്പാൾ മിന്നൽ പ്രളയവുമായി ബന്ധപ്പെട്ട് നോർക്ക റൂട്ട്സ് CEO നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വിവരങ്ങൾ പങ്കുവച്ചത്.